ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ. അപ്പം നിനക്ക് നിവർത്തിയില്ലാത്തത് കാര്യമാണ്, നിനക്ക് ഇത് കൂടിയേ തീരൂ. പക്ഷെ നിനക്കതിനുള്ള കഴിവില്ല, കർത്താവ് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിയോഗമൊക്കെ പെട്ടെന്ന് കത്തുപിടിക്കും. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ നനഞ്ഞ പടക്കം വെക്കണതാണ് ഈ കുഴപ്പം വരണത്. ഈ നിയോഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്ത് നനഞ്ഞ പടക്കം വെക്കരുത്, നനഞ്ഞ സാധനം വെക്കരുത്. കളഞ്ഞ അത് പെട്ടെന്ന് കത്തുപിടിക്കണ കാര്യം. പെട്ടെന്ന് കത്തുപിടിക്കാൻ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നടക്കാതെ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിന് നടത്തിയെടുക്കാൻ എനിക്ക് കഴിവുമില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാധനം എന്ന് വെച്ച് നോക്കിക്കേ, ടക്കാന്ന് കത്തിപ്പോകും സാധനം. കാര്യം എന്താണ്? അത് നിയോഗത്തിൻ്റെ സത്യസന്ധതയാണ്. 6 കാര്യം എഴുതാമല്ലോ എന്ന് വിചാരിച്ച ഇന്നത്തെ മനുഷ്യന് 6 കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ഉടമ്പടിയിൽ 6 ഒരു പ്രധാനപ്പെട്ട നമ്പറായത് കൊണ്ടുമാണ് ഈ 6 വെച്ചിരിക്കണത്. പക്ഷെ 6 കാര്യം ഇല്ലെങ്കിൽ എഴുതേണ്ട മോനെ. 6 കാര്യം ഇല്ലെങ്കിൽ 2 ഉള്ളെങ്കിൽ ഏറ്റവും ടോപ്പായ 2 കാര്യം എഴുതിയാൽ മതി. ബാക്കിയെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ബാക്കിയെല്ലാം 2 കാര്യങ്ങൾ എഴുതിയപ്പോൾ നീ ഓക്കെ ആണെങ്കിൽ 4 കാര്യങ്ങൾ കോളം ഉണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി ഓരോ കാര്യം എഴുതരുത്. മറിച്ച് അതിനെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം. ദൈവാത്മാവിൽ നിറയാൻ എഴുതണം, സഭ വളരാൻ എഴുതണം, സഭയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവം മഹത്വപ്പെടാൻ എഴുതണം, ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും സാക്ഷികളാകാൻ എഴുതണം. അങ്ങനെ ദൈവത്തിന് മഹത്വവും സ്നേഹവും ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അതിന് നിറക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ജെനുവിനാണെന്ന് മനസ്സിലാകും. ജെനുവിനാണെന്ന്, സത്യസന്ധയായിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും, ദൈവം നിന്നെ ഓൺ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ 6 കാര്യം സാധിച്ചിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 3-ാമത്തെ ഉടമ്പടിയിലും 6 കാര്യം സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെ ഉടമ്പടി എടുത്ത് അപ്പോഴും 6 കാര്യം സാധിച്ചവർ സാക്ഷ്യം 3-ാമത്തെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടമ്പടി ഇങ്ങനെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ടിയില്ലാഞ്ഞെന്ന് തോന്നും. എന്താ കാര്യം? അവിടെ പറ്റിപ്പഴപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ ദൈവം ചെയ്തു കൊടുത്ത് അവർ പോവുകയും സാക്ഷ്യം പറഞ്ഞ്. ദൈവം അതല്ല ഉദ്ദേശിക്കണത്. ദൈവം നിങ്ങളെ ഓൺ ചെയ്യണം. ദൈവം നിങ്ങളെ ഓൺ ചെയ്യണമെങ്കിൽ ആരാകണം? നിങ്ങൾ ഒരു മരിയൻ മെൻറ്ററാകണം. എന്താ വെച്ചാൽ മെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരേ സമയത്ത് തന്നെ അതിനെ പ്രൊമോട്ടറും ആകണം, അത് തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയുമാകണം. ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. ഈ മരിയൻ മെൻറ്റർഷിപ്പ് ഉള്ളത് കൂടുതലുള്ളത് സ്മിത പ്രിൻസിൻ്റെ സാക്ഷ്യം. ഇത് സ്മിത പ്രിൻസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ്. അതായത് അതിനകത്ത് ശരിയില്ല, തൃശ്ശൂരത്ത് അവിടെ നിന്ന് വന്നതാണ്. സ്മിത പ്രിൻസിൻ്റെ പ്രോബ്ലം എന്താ? അവർ ഭർത്താവിനും ഭാര്യയ്ക്കും 35% അംഗവൈകല്യമാണ്, കാലിന് മുടന്തുള്ളവരാണ്. ഇപ്പോൾ വല്ലാത്ത മുടന്താൻ, നിൽക്കാൻ പറ്റുക, നടക്കാൻ പ്രയാസമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഭർത്താവും ഭാര്യയുമാണ്, പക്ഷെ അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4-ാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് പ്രഗ്നൻ്റായി. 4-ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിങ് ആയി. പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ അതായത് കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള കണ്ടീഷനായി. അതായത് ഈ നമ്മുടെ വയറില്ലേ, കുടൽ നെഞ്ചിലോട്ട് കയറിയിരിക്കുക. അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഭർത്താവ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത സൗമ്യ അതിനെ അബോർട്ട് ചെയ്താൽ നമുക്കറിയാമല്ല, ഒരു ഗർഭിണിയായ ഭാര്യയ്ക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാണ്? ഹസ്ബൻഡാണ്. അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ, കാര്യം ഇവൾ മുടന്തിയല്ലേ, ഈ 7-ാമത്തെ മാസം ഈ മുടന്ത് കാലം വയറും വരച്ചുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കുകയാണ്. മുടന്തുണ്ട്, പിന്നെ വയറും വലുതാണ്, 7 മാസം ആയില്ലേ. ഇപ്പോഴാണ് ഈ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത്. ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം പൊട്ടണത്, കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിക്കാൻ പോകണത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ്.
അപ്പോൾ ഇവളുടെ ഇനി ഈ കുഞ്ഞിന് അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത്. അങ്ങനെ വന്നപ്പോൾ ഡോക്ടറും കൈവിട്ട്, ഇപ്പം ഹസ്ബൻഡും കൈവിട്ട്. അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് ഇവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പറഞ്ഞ കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് ഹസ്ബൻഡ് അങ്ങനെ പറയണത്. സൗമ്യ, നമുക്കിതിനെ അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, നമുക്ക് 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്നത്. പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആള് എനിക്ക് മനസ്സിലായിടത്തോളം ദൈവത്തിൻ്റെ ഒരാളാണ്. അത് ഭർത്താവും ദൈവവും കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു 90% പെണ്ണുങ്ങളെ ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളൂ. കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദൈവമല്ല, നമ്മുടെ ഇച്ഛാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 90% പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം വന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത്, പിരിപാടാകാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളെന്താ? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിർത്തികൾ വരെയാണ്. എന്ന് വെച്ചാൽ ആഫ്രിക്ക വരെയാണോ അത് അന്റാർട്ടിക്ക വരെയാണോ? അല്ല, നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ വരെ. നമ്മുടെ ഭൂമി എപ്പോഴാണ് തീരണത്? നമ്മുടെ ഭൂമി നമ്മൾ ഓർമ്മക്കുറവ് വന്ന് കിടപ്പിലാകുമ്പോൾ നമ്മുടെ നടപ്പ് തീരൂ. നമ്മുടെ നടപ്പ് എപ്പോൾ തീരുന്നു? അതാണ് നമ്മുടെ ഭൂമിയുടെ തീർച്ച. നമ്മുടെ ആയുസിൻ്റെ അറുതി വരെ നിങ്ങൾ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം എന്ന് എൻ്റെ അർത്ഥം. ഓർമ്മ ഉള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഓർമ്മയുള്ളിടത്തോളം കാലം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ. ഇപ്പം ദീപ സൗമ്യ ഒരു വിശ്വാസിയാണ്. എങ്ങനെ? ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ്. വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ 2 തരമാണ്. മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ 80%. ദൈവം അംഗീകരിച്ചത് ഒരു 20% കാണുമായിരിക്കും. എന്താണ്? സൗമ്യ എന്താ പറയണത്? ഡോക്ടർ കൈ ഒഴിഞ്ഞു, ഇവർക്ക് മുടന്താണ്, അവളുടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ്, അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞു. ഇവിടെ കളയത്തില്ല. കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൾ പറയണേ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴ് ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല. എന്താ കാര്യം? ഇവള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണിത്. ഈ കുരിശ് ആരുണ്ടാക്കി അവിടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല. ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം. പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കണത്. അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾ ചെയ്യാനില്ല. അവൾ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ്, എല്ലാ കാര്യത്തിലും അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോഴ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ്. കസിൻസിൻ്റെ പൊടി പോലും ഇല്ല. അവർ വിളിച്ചു പോലും ചോദിക്കണില്ല. ഓ എൻ്റെ അമ്മേ, ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയുന്നത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ്.
പണ്ട് നമ്മുടെ വീട്ടിൽ വരണമായിരുന്നു അല്ലേ? വണ്ടി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത്, ആവശ്യം എന്നാണ് പറയണത്. മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടുഭാഷയാണ്. എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറേ കുറിയും കൊടുത്ത് വിടും. അയാൾ നടന്നു പോയി. എൻ്റെ കുഞ്ഞുനാൾ 60കളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും. അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുടയും ഉണ്ടാകും. അത് പ്രായമായ ഒരു മനുഷ്യനും, കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും. അപ്പോൾ എന്താ പറയണത്? ആവശ്യത്തിന് പോയെന്നാണ് പറയണത്. ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു. അന്നത്തെ കാലത്ത് വണ്ടിയും കാറൊന്നും ഇല്ലാത്ത കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ, മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യമെന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് തേഞ്ഞു മാഞ്ഞു പോയി. അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞു പോയി. ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണ തലമുറ എനിക്ക് തോന്നുന്നത് ഒരു 70കളോട് 75ഓട് കൂടി അത് ആ തലമുറ മറന്നുപോയി. ഇന്ന് മരണ അറിയിപ്പം തന്നെ പറയണത്. പക്ഷെ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല, വിളിച്ച് പറയാറേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിളിച്ച് പറഞ്ഞില്ല. നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മളെ കുറ്റപ്പെടുന്നവർ ചോദിക്കണം. നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞോ? അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ്. എന്താണ്? നിങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞില്ലല്ല. വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ട് കുടിച്ച് തന്നേനെന്ന് പറയും. വെറുതെ പറയണത്, ഒന്നും ചെയ്യത്തില്ല. വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അത് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി മാറിയനത്. അത് ചുമ്മാ നമ്മളെ കുറ്റം. ഇതാണ് ജഡിക മനുഷ്യൻ എന്ന് പറയും. പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത്? വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും. നമ്മളുടെ കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം പടപടാന്ന് പലരും വിളിച്ച് ചോദിക്കും. ആദ്യത്തെ ആഴ്ച കുറേ 50 പേര് വിളിച്ചു ചോദിക്കും. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 10 കുറയും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം 1 കുറയും. പിന്നെ അപ്പോൾ 2 ആഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉള്ളു കേട്ടാ. നിങ്ങൾ ആനക്കാരിയൊന്നും പറഞ്ഞുകൊണ്ട് തലയെ ചുമന്നുകൊണ്ട് കുറേ കണ്ടാമറകൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട്? വെറും 2 ആഴ്ച ആയുസ് മാത്രമേ യുവമാർക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും 3 പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും. വിളിച്ച് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലയെ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം. ഞാൻ ബന്ധുക്കളാണ്, സ്വന്തപ്പെട്ടവരാണെന്നൊന്നും പറയണില്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് വിളിച്ചു ചോദിക്കത്തില്ല. നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രയ്ക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും. അവൻ്റെ കയ്യൊരു അണിപ്പഴുതുണ്ടാവും. അവൻ്റെ പേരാണ് ക്രിസ്തു. കൈയടിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. വിശുദ്ധ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ കയറിപ്പോയൊരു മലയാണ് താബോർ മല. കുറേ ജീപ്പിൽ പോകാം,
പിന്നെ നമുക്ക് നടന്നു പോകാം. നടന്നു പോണത് വല്ലാത്ത എക്സ്പീരിയൻസാണ്. കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ചില സമയത്ത് വഴി നേരെ വരും, ചില സമയത്ത് വഴി വളഞ്ഞു വരും, ഇങ്ങനെ വരും. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ. നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മളൊരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും. ഇപ്പം ഞാനിങ്ങനെ താബോർ മലയിൽ 1.5 മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ കൂടെ 5-8 പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല. ഈ 10 ദിവസം കൂടിയില്ല. അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ണുപെട്ടത്തൊക്കെ അവരുണ്ടാകും. പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു, പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും. അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. ഞാൻ അവിടെ പോയ സുറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്ത. ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ. അതിന് ജനക്കൂട്ടത്തെ ഒഴിവാക്കണം. എനിക്ക് ഇന്ന് ഞാനിപ്പോൾ 38 കൊല്ലമായി അച്ഛനായിട്ട്. എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കുന്ന കുറേ ആൾക്കാർ, ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയുന്നത് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമാണ്. അവിടെ വ്യാജ ഉപദേശങ്ങൾ, അവർ നമ്മൾക്ക് തരുന്ന അപ്പോയിൻമെൻറ്റുകൾ, അവിടെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന മാർഗങ്ങൾ എല്ലാം പൈശാചികമാണ്. നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന്. ഒരു കഥയുമില്ല. കരിയുമ്പോൾ വിരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞാനിങ്ങനെ താബോറും വരെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയുണ്ട്. കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും നോക്കുമ്പോൾ താബോർ മലയിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോൾ ഹെർമോൺ മലയാണ്. ഒരകല ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക്. പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് കോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. കാര്യം വി ആർ ഇൻ അനോയിൻറ്റിങ് സ്റ്റേജാണ്. അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയീം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴ്വാരങ്ങൾ കാണുന്നത്. നയീം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലൊരു ശവവും വഹിച്ചുകൊണ്ട് ഒരു ചേടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകടിക്കുമ്പോൾ അപ്പോഴുണ്ട്. അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ, ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും. അതൊരു വല്ലാത്ത സുവിശേഷമാണത്. എന്നിട്ട് എങ്ങനെയാണ് തടയിടണത്? അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു. പിന്നെ എന്താണ് അവൻ അറിഞ്ഞത്? അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത്. പിന്നെ എന്താണ് അറിഞ്ഞത്? ഇവൻ മറം പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന്. അങ്ങനെ 3 അറിവുകളാ ഈ കൈ തടയിടാൻ വേണ്ടി അവന്. അതാണ് ക്രിസ്തു എന്ന് പറയണത്. ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നുവോ അവിടെ നമ്മൾ കൈ തടയിട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും. അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഒരു വാക്ക് മതി, ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൻ്റെ വിശേഷ വിധിയായ സമയം. ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല, ഇനി മരിച്ചു കിടക്കുന്ന മകനൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ്.
ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം, നീ പറഞ്ഞാലും ഇല്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കും നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത്. നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറവുകേടാണ് ഈ ലോകത്തുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരെ നിന്റെ സാക്ഷിയാകാൻ സാക്ഷി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവനെ, എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റം പറയല്ലേ കേട്ടോ. അവർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലികളെല്ലാം ഭരിച്ച് തലകിട്ടിയത്? അവക്കിത് ഒഴിവാക്കാമായിരുന്നതല്ലേ? പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ കസിൻസ് ഒന്നും വിളിക്കാതെ, ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ വിളിക്കാതിരിക്കാം. അങ്ങനെ വിളിക്കാതിരിക്കും ജനങ്ങൾ. പിന്നെ ഇങ്ങനെ ആവരാതിയല്ലേ കേൾക്കേണ്ടെന്ന് വിചാരിച്ചോണ്ട് വിളിക്കത്തില്ല. അപ്പം അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചുമലിന്ന് നീ അവലംബം വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇറക്കി വെക്കുമെന്ന് അറിയണം. അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത്. നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും. കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന്. ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് നടക്കണ വെറുതെയാണെന്ന് അറിയാമായിരുന്നു. നിങ്ങളെന്നെ ഇങ്ങനെ വിളിക്കും, പക്ഷെ തന്താങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോകും. തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വല്ലാത്ത വാക്കാണ്. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കുമെന്നും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്ന്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതൊരു ഭയങ്കര മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു, തന്താങ്ങളുടെ വഴി. ഇപ്പോൾ ഓരോരുത്തർക്കും, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ. ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ് എപ്പോൾ വരുന്നു, അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കും. അതാണ് തന്താങ്ങളുടെ വഴി. ഇപ്പം കൂടെ കൂടിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പറ്റി നടക്കണത്. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ 16:32 നിസ്സാര വചനമല്ല. നിങ്ങൾ ആരിലാണ് ആശ്രയം വെച്ചിട്ട് നോക്കണം. അതായത് ഈവൻ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ടെന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഞാൻ നിന്നെ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാൽ മറക്കാത്തവൻ
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2023 മാർച്ച് മാസത്തിലാണ് കൃപാസന പത്രം എൻ്റെ മൂത്ത മകള് അവളുടെ സ്കൂളിലെ ടീച്ചർ കൊടുത്തിട്ട് ആദ്യമായിട്ട് എൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് തരുന്നത്. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ കൊണ്ടുവന്ന് തന്നെങ്കിലും ഞാനത് വെറുതെ മറിച്ച് നോക്കി അവിടെ മേശപ്പുറത്ത് വെച്ചു. ആ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ ഒരു 3 സ്വപ്നം കണ്ടു. അതിലാദ്യത്തെ സ്വപ്നം ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതാണ് കണ്ടത്. അപ്പോൾ ഈശോ കുരിശിൽ നിന്ന് ഉയർക്കുന്നു. അപ്പോൾ ആ ഉയർക്കുമ്പോൾ ഒരു കയ്യിൽ എൻ്റെ കൈയോട് ചേർത്ത് വെച്ചതായ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ഒരു മാതാവ് ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ വളരെ തേജസ്സോടു കൂടിയ ഒരു മാതാവായിരുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സ്വപ്നം. മൂന്നാമതൊരു സ്വപ്നം കണ്ടത് ഒരു ക്ലോക്കും അതിൽ 9 മണി എന്നുള്ളൊരു സമയമാണ് ഞാൻ കണ്ടത്. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസമായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ വളരെ വലിയൊരു തകർച്ച ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അപ്പോഴാണ് ആ കുരിശു രൂപവും അതിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതുമായി ഞാൻ അതിന് മുൻപത്തെ മാസം കണ്ട സ്വപ്നം എനിക്ക് ഈശോ കാണിച്ചു തന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചിട്ട് കാണിച്ചു തന്നതായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ആ കൃപാസന പത്രം എൻ്റെ കൺമുൻപിൽ പെട്ടു. ഞാനത് ഒറ്റ ഇരിപ്പിന് തന്നെ മുഴുവൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആ റൂമിൽ കണ്ട മാതാവ് എന്ന് പറയുന്നത് കൃപാസന മാതാവാണ്. വെറുതെ പ്രത്യക്ഷപ്പെട്ട ഈ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ അതിലെ നിയോഗങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ അതിൽ ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ആദ്യം സാധിച്ചു എന്ന് പറയുന്ന നിയോഗം ഞാനതിൽ എഴുതാത്തതായിരുന്നു. വേറെ അതിൽ വലുതായ ആവശ്യങ്ങളുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് 9 വർഷമായി PCOD രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 3 കുട്ടികളുണ്ട്. അവർ 3 പേരും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് എനിക്കുണ്ടായത്. PCOD ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആവാറ്, അതും മരുന്ന് കഴിച്ചിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഉപ്പ് തൈലം പൂശി പ്രാർത്ഥിച്ചു. ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ പീരീഡ്സായി. ഇപ്പോൾ എല്ലാ മാസവും ഞാൻ മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പീരീഡ്സ് ആവണം. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം അങ്ങനെ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൽ എനിക്ക് നടന്ന വേറൊരു കാര്യം, എൻ്റെ മകന് 9-ാം മാസം മുതൽ അലർജിയുടെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ്റെ മേത്തും തലയിലൊക്കെ വലിയ വലിയ മുഴകൾ വരും. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇതെന്തിൽ നിന്നാണ് ഈ അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വരൂ, എങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. എന്തിൽ നിന്നാണെന്ന് മനസ്സിലാവില്ല. ഒരു ദിവസം ഒരു സൈഡിൽ വലിയ മുഴ വരാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം കാലുമേ ആയിരിക്കും വരാ, ചിലപ്പം ശരീരം മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ വരും. അങ്ങനെ ഉടമ്പടി എടുത്ത് തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പോൾ 2 വയസ്സായി. അന്ന് തുടങ്ങിയതാണ്. ഈ മെയ് മാസം തൊട്ട് ഇന്ന് വരെ അവന് പിന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സാമ്പത്തിക തകർച്ചയിൽ നിന്നും എങ്ങനെ കരകയറും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ വിദേശത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് അതിനുള്ളൊരു വഴി തുറന്നു തന്നു. അങ്ങനെ 9 എന്ന ഞാൻ മാർച്ച് മാസത്തിൽ കണ്ടത് 9-ാം മാസം സെപ്റ്റംബർ മാസം 29-ാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒക്ടോബർ മാസം 9-ാം തീയതി, അത്ഭുതമെന്ന് പറയട്ടെ, 15 തൊട്ട് 20 ദിവസത്തിനുള്ളിൽ അടിക്കുള്ളൂ എന്ന് പറഞ്ഞ വിസ എനിക്ക് ഒക്ടോബർ മാസം 9-ാം തീയതി വിസ അടിച്ച് എനിക്ക് വന്നു. ഈ വരുന്ന 27-ാം തീയതി ഞാൻ പോവാണ്. 6 ദിവസം കൊണ്ട് വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ മാസം 27-ാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകാണ്. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ ചില ദിവസം എത്തിക്കും, ചില ദിവസം എത്തിക്കില്ല. ഞാനും മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ പള്ളിയിൽ പോകാനായാലും പിള്ളേരുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയില്ല, പ്രാർത്ഥന എത്തിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് കൃപകൾ ലഭിച്ചു. അതിൽ ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാനുള്ളൊരു കൃപയാണ്. ഞാൻ രാവിലെ 4:45 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അരമണിക്കൂർ
മണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രദക്ഷികരണ പ്രാർത്ഥന ചൊല്ലി ഒരു ജപമാല ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഒരു ദിവസത്തിൽ എത്ര ജപമാല ഞാൻ ചൊല്ലുമെന്ന് ഞാൻ എണ്ണാറില്ല. കാരണം എനിക്ക് സമയവും കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായനയായാലും ജപമാലയും കൈകളിലെടുത്ത് ഞാൻ ചൊല്ലും. എനിക്കത് മാതാവിൽ നിന്ന് ലഭിച്ച വലിയൊരു കൃപയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന എന്ത് വിഷമമായാലും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് 1000 നന്ദി.